ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു ബിരിയാണിയിൽ തുടങ്ങിയാലോ? ഞാനിന്നൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ സാധാരണ ചിക്കനും ബീഫും കൊഞ്ചും ഒക്കെ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കലുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത മീൻ ഏതാണെന്ന് വെച്ചാൽ നെയ്മീനാണ്. നെയ്മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കൂറ എന്ന് പറയും. അപ്പോൾ എന്തായാലും നമുക്ക് അയക്കൂറ ബിരിയാണി ഒന്ന് വെച്ച് നോക്കിയാലോ? ഫസ്റ്റ് ഞാൻ അതിന് ആവശ്യമായിട്ട് ഞാൻ ആദ്യം തന്നെ മീൻ നല്ലോണം കട്ട് ചെയ്ത് മുളകും മഞ്ഞളും ഒക്കെ പുരട്ടി വെച്ച്, അതുപോലെ തന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം സെറ്റാക്കി വെച്ച്. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാണ്ട് വെക്കാൻ പറ്റുമെങ്കിൽ അല്ലാണ്ട് വെച്ച്, എനിക്ക് പക്ഷേ ഇത് ഈ ഒരു മെത്തേഡ് മാത്രമേ അറിയൂ, അതായത് ഫ്രൈ ചെയ്തിട്ട് വെക്കുക. ഫസ്റ്റ് ഞാൻ എണ്ണ ചൂടായതിനു ശേഷം ഇത് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതായത് മീൻ, അതായത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ അധികം മസാല പുരട്ടിയാൽ എന്താ പറയുക, മീനൊരു കരിഞ്ഞ പോലെ ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് മസാല പുരട്ടുന്നേ ഉള്ളൂ. പിന്നെ ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആ വെളിച്ചെണ്ണയിൽ കുറച്ച് ഉള്ളി മൊരിച്ചെടുക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്താ പറയുക, മസാലയ്ക്കും പിന്നെ ഒന്ന് മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയാണ് ആദ്യം ഞാൻ പൊരിച്ചെടുക്കുന്നത്. ഇപ്പം നിങ്ങൾ ബിരിയാണി വെക്കുന്നവരെല്ലാവരും അങ്ങനെ തന്നെയും. കാരണം ഫസ്റ്റ് നമ്മൾ ഈ എന്താ പറയുക ഉള്ളിയെല്ലാം ജസ്റ്റ് പൊരിച്ച് വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഫിഷ് പൊരിക്കാം. വെറുതെ വെളിച്ചെണ്ണ വേസ്റ്റ് ചെയ്യണ്ടല്ലോ. അങ്ങനെ ഞാൻ ആ വെളിച്ചെണ്ണയിൽ തന്നെ മീനും പൊരിക്കാൻ വേണ്ടി വെച്ച്. അപ്പോൾ എൻ്റെ മീനും ഉള്ളിയൊക്കെ പൊരിച്ച് കഴിഞ്ഞ് പിന്നെ ഇനി ഞാൻ വിചാരിച്ചിരുന്ന മസാല ഉണ്ടാക്കാമെന്ന്. എനിക്ക് തോന്നുന്നു ഇത് മെയിനായിട്ട് ഇത് കോഴിക്കോട് മലപ്പുറം ഒക്കെയാണെന്ന് തോന്നുന്നു. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്ത് എനിക്കറിയില്ല മീൻ ബിരിയാണി ഇത്ര ഫേമസ് ആണോ എന്ന്. തലശ്ശേരിയൊക്കെ മെയിനാണ് ഈ ഫിഷ് ബിരിയാണി. ഭയങ്കര ഡിസ്റ്റൻസ്, നല്ല ടേസ്റ്റാണ് ഫിഷ് ബിരിയാണി. നമ്മൾ എന്താ പറയുക, ചിക്കനെക്കാട്ടൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ പിന്നെ മീൻ പൊരിച്ച വെളിച്ചെണ്ണ തന്നെയാണ് ഇതിനെടുക്കുന്നത്. അതായത് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും മസാല ഉണ്ടാക്കുമ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുക. കാരണം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി അടികട്ടിയുള്ള പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, അതേപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന നോൺ സ്റ്റിക്കിൽ മസാല ഉണ്ടാക്കുന്നതിൽ. അപ്പോൾ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് കുറച്ച് കൂടിപ്പോയി, അതായത് വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് കൂടിപ്പോയി. പിന്നെ ഞാൻ ആ വെളിച്ചെണ്ണ ഈ പൊരിച്ച വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുത്താൽ മതി. അപ്പം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഉള്ളി നന്നായിട്ട്, ഞാൻ കുറച്ച് ഉള്ളി എടുത്തിട്ടുള്ളൂ. ഞാൻ ഒരുപാട് ഉള്ളിയൊന്നും എടുക്കില്ല. കുറച്ച് മസാലയിലാണ് ഞാൻ എപ്പോഴും മസാല ഉണ്ടാക്കുമ്പോൾ, നമ്മൾ രണ്ടാളേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് മസാല ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ്. ആ ഉള്ളി ഞാൻ എന്താ പറയുക, ഉള്ളി വാട്ടുന്ന ഈ പൊരിച്ച വെളിച്ചെണ്ണത്തിന്. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. മറ്റേ നമ്മൾ സാധാരണ നോർമലിനെക്കാട്ടും ആ പൊരിച്ച വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ ഉള്ളി ഒന്ന് നല്ലോണം വാടിയതിന് ശേഷം ഞാൻ പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, അത് രണ്ടും ഞാൻ ചതുക്കിയതാണ്. മറ്റേ അല്ലാണ്ട് എന്താ പറയുക പേസ്റ്റല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ ചതുക്കി വെച്ചതാണ്. ചതുക്കിയതിന് വേറൊരു ടേസ്റ്റായിരിക്കും. അതൊന്ന് നല്ലോണം പാടണം. ആ പച്ച മണലൊന്ന് മാറിയതിന് ശേഷം തക്കാളി, അതായത് ഞാനൊരു ഒന്നര തക്കാളിയാണ് തന്നിട്ട്, ഒന്നര തക്കാളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. മസാല എത്രയാണോ വേണ്ടി അതിനനുസരിച്ച് തക്കാളിയൊക്കെ പുളിപ്പിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനൊരു ഒന്നര തക്കാളിയാണ് എടുത്തത്. അതുപോലെ തന്നെ ഒരു 3 വലിയുള്ളി, പിന്നെ ഒരു ഒന്നര തക്കാളി, പിന്നെ കുറച്ച് പച്ചമുളക്. അപ്പോൾ അതെല്ലാം ഒന്ന് വാടിയതിന് ശേഷം കുറച്ച് തൈര്, അതായത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന പുളിയില്ലാത്ത തൈരാണ്, അധികം പുളിയില്ല, കട്ടത്തൈരല്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. തൈര് യൂസ് ചെയ്യരുതെന്ന് പറയുക, തൈര് യൂസ് ചെയ്താൽ രസം. പിന്നെ കുറച്ചൊരു ഗരം മസാല, ഒരു പൊടിക്ക്, ഒരുപാടൊന്നും ഇടേണ്ട, ഒന്നും അധികം ഇട്ടാലും ഒരു ടേസ്റ്റും കൂടില്ല. അപ്പോൾ കുറച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പ് ഞാൻ കുറച്ചേ ഇടും. ഇത് മീൻ ബിരിയാണി അതിനെക്കൊണ്ട് മീൻ നമുക്ക് ഇട്ടിട്ട് പിന്നെ ഇളക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മീൻ ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, ഇതൊക്കെ മസാലയൊക്കെ ആക്കിയതിന് ശേഷം മീനൊന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മെല്ലെ ഇളക്കുക. കാരണം അധികം ഇളക്കിയാൽ ഈ മീൻ നമ്മൾ പിന്നെ ദമ്മൊക്കെ ചെയ്ത് ലാസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് മീനിൻ്റെ വൈക്ക് പോകും. അതുകൊണ്ട് മീൻ നോക്കിയിട്ട് നല്ലോണം എന്താ പറയുക, മീൻ നല്ലോണം ഞാൻ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പാത്രം മാറ്റിയിട്ട് ഞാൻ എന്താ പറയുക, ഒരു ചെറിയൊരു മീൻ എടുത്തിട്ട് നുള്ളിയിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു പൊരിച്ച മീൻ എടുത്തിട്ട് എന്നാൽ ടേസ്റ്റ് കൂടും മസാലക്ക്. പിന്നെ ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അരിയിൽ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിൽ ഡബിളായിട്ട് എടുക്കുക. അപ്പോൾ എനിക്ക് ഇന്ന് ഉച്ചയ്ക്കും രാത്രിത്തേക്കും മാത്രം അത് മതി. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം. ഞാൻ എടുക്കുന്നത് മറ്റേ ജീരകശാല കൈമ അരിയാണ്. അത് ഏതാ ബ്രാൻഡ് എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ നല്ല അരിയാണ്, നല്ല ചെറിയ കുഞ്ഞരിയാണ്. അപ്പം ഞാൻ അതിനും അതുപോലെ തന്നെ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ
വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ഓൾ സ്പൈസസ് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളതാകെ കുറച്ചൊരു എന്തുണ്ട് പിന്നെ 2-3 ഏലക്കായ ഉണ്ട്, പക്ഷേ കറുവപ്പട്ടയോ ഒന്നും എൻ്റെ അടുത്തില്ല. അപ്പോൾ ഇതുണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ഇതൊന്നും ഇല്ല എന്നറിഞ്ഞത്. അപ്പോൾ ഞാൻ എന്തായാലും 2 ഏലക്കായ ഇട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം വേണ്ട. പിന്നെ ഞാൻ അളന്ന് വെച്ച വെള്ളമില്ലേ, ആ ഗ്ലാസിൻ്റെ അളവിലുള്ള അളന്ന് വെച്ച വെള്ളം ഞാൻ ചൂടാക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് നെയ്യ്, പിന്നെ 2-3 ഇപ്പം നിങ്ങളുടെ അടുത്ത് പട്ട ഉണ്ടെങ്കിൽ ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, പിന്നെ ഏലക്കായി, പിന്നെ അതാ ഉപ്പ്, കുറച്ച് നെയ്യും അത് ഇട്ടിട്ട് ഇതൊന്ന് വെള്ളം തിളക്കട്ടെ. ഇനി വെള്ളം തിളച്ചിട്ട് നമുക്ക് എന്താ പറയുക, നമ്മൾ അരി മുന്നേ പുതിർത്തിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനങ്ങനെ ചെയ്യല. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അരി തിളക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് എന്താ പറയുക കഴുകി ഊറ്റി വെക്കും. അല്ലാണ്ട് നേരത്തെ നമ്മൾ പുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ്, അപ്പോൾ ഞാൻ തിളച്ചപ്പോൾ ഞാൻ ഈ കഴുകി ഊറ്റി വെച്ച അരിയില്ല, പുതിർത്തി വെക്കണ്ട ഊറ്റി വെച്ച അരി അങ്ങനെ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വെന്ത് വരട്ടെ. ഓക്കെ, അപ്പോൾ എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഇനി എന്തായാലും ചോറ് വെന്തതിന് ശേഷം കാണിച്ചു തരാം. ചോറ് വെന്തിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പാത്രത്തിൽ നിന്ന് ചോറ് മാറ്റി വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് ഈ പാത്രത്തിലേക്ക് ഞാൻ മസാല ഇട്ട് സെറ്റ് ചെയ്യാം. കാരണം എൻ്റെ അരി ഈലിട്ടാൽ ഈ ഒരു അടച്ചുറപ്പുള്ള പാത്രത്തിൽ ദം ചെയ്യാമെന്ന് വിചാരിച്ച്. കുക്കറിൽ എനിക്ക് ഇതുവരെ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, ദമ്മിട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ സാധാരണ മസാല മറ്റേലിട്ടിട്ട് വെച്ചിട്ട് ഇങ്ങനെ മസാല ലാസ്റ്റ് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി, പിന്നെ ചോറ് അതിൻ്റെ മേലത്തേക്ക് ഞാൻ ലെയറായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ മസാല ചോറ് അങ്ങനെയല്ല, ഞാൻ അടിയിൽ മസാല വെച്ചിട്ട് പിന്നെ മേലെ ചോറ്, പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് പൊരിച്ച ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പും കുറച്ച് നെയ്യും ഇടും സാധാരണ. അപ്പോൾ ഈ ഒരു ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് ഞാൻ അധികം ഇടുന്നില്ല, എന്താ പറയുക ഉള്ളിയും മല്ലിച്ചപ്പൊന്നും അധികം ഇടുന്നില്ല. എന്തായാലും ആ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റെല്ലാം ഉണ്ടാവും. അധികം മസാലയൊന്നും ഇട്ട് ആർഭാടാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സംഭവം ഉള്ളിയെല്ലാം ഞാൻ അങ്ങോട്ട് എടുത്ത് മാറ്റുന്നത്, അത് കാഷ്യൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതിപ്പോൾ നിങ്ങൾക്ക് ഇടണമെങ്കിൽ എല്ലാവർക്കും എന്താ പറയുക അതിന് ടേസ്റ്റും അതാണ് ഇഷ്ടമെങ്കിൽ ഇടാം. ഞാൻ എന്തായാലും ഫിഷ് ബിരിയാണി ആയതുകൊണ്ടാണ് ഞാനിതൊന്നും ഇടാത്തത്. കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് ഞാനൊന്ന് ഇതൊരു 10-15 മിനിറ്റ് ഞാനിത് മൂടി വെച്ചിട്ട് ഒന്ന് ദമ്മ് ചെയ്യും. അപ്പോൾ നമുക്ക് അത് ചോറ് ദമ്മ് ചെയ്തതിന് ശേഷം കാണാം. അപ്പോൾ ദം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് ചെറിയൊരു എന്തെങ്കിലും ഒരു ചെറിയ മൂടി ഉണ്ടാവില്ല, അതിൻ്റെ ഈ ദം ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിയിൽ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ മൂടി ഉണ്ട്, അതിന്മേൽ വെച്ചിട്ടാണ് ഞാൻ ദം ചെയ്യുക. അപ്പോൾ ദമ്മൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാനിത് പൊട്ടിച്ച് അപ്പോൾ ഞാൻ ചോറ് വേറൊരു പാത്രത്തിലാക്കി വെക്കുക. എന്ന് വെച്ചാൽ ചോറ് വേറെ മസാല വേറെ അങ്ങനെയാണ്, അല്ലാണ്ട് മിക്സ് ചെയ്യൂല. കാരണം ഉടഞ്ഞു പോവും, മീൻ കഷ്ണമൊന്നും പിന്നെ കിട്ടൂല. അപ്പോൾ ചോറ് വേറെ മസാല വേറെ ആക്കിയിട്ട് ഞാൻ വെക്കുന്നുണ്ട്. എന്നിട്ട് എന്താ പറയുക അങ്ങനെയാണ് ഞാൻ ചെയ്യൽ, അല്ലാണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്യൂല. കാരണം മീൻ ബിരിയാണി ആയതുകൊണ്ട് എന്താ പറയുക മീൻ വേറെ തന്നെ കിട്ടണമല്ലോ. അപ്പോൾ എൻ്റെ മസാലയും ബിരിയാണിയും എല്ലാം റെഡിയായി. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കുക്കിംഗ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.